നയപ്രഖ്യാപന പ്രസംഗത്തിന് വേണ്ടി ഗവർണർ ലോക് ഭവനിൽ നിന്നും പുറത്തേക്കിറങ്ങുകയാണ്. അദ്ദേഹത്തിൻ്റെ വാഹനവ്യൂഹം ലോക് ഭവനിൽ നിന്നും പുറത്തേക്കിറങ്ങുന്ന ദൃശ്യങ്ങളാണ് പ്രിയപ്പെട്ട പ്രേക്ഷകർ കാണുന്നത്. വി.ഡി. സതീശൻ സർക്കാരിൻ്റെ ആദ്യത്തെ കന്നി നയപ്രഖ്യാപനമാണ് ഇന്ന് നടക്കാൻ പോകുന്നത്. 9 മണിക്ക് തന്നെ ഗവർണറുടെ നയപ്രഖ്യാപനം ആരംഭിക്കും. നമുക്കറിയാവുന്ന പോലെ ഒരുപാട് പ്രതീക്ഷകൾ ഈ നയപ്രഖ്യാപനത്തിലുണ്ട്. പ്രഖ്യാപനങ്ങളൊക്കെ ഏത് രീതിയിൽ നടപ്പാക്കുമെന്നറിയേണ്ടതുണ്ട്. ഇതിൽ പ്രധാനം സ്ത്രീകൾക്ക് സൗജന്യ യാത്ര പ്രഖ്യാപിച്ചത്. അത് ഏതൊക്കെ ബസ്സിലായിരിക്കും, എത്ര ദൂരമായിരിക്കും, എങ്ങനെ ഈ പദ്ധതി നടപ്പാക്കാനായിരിക്കും തീരുമാനം തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ ഒരു വ്യക്തത വരുത്തണം. KSRTCക്ക് കോടികളുടെ നഷ്ടമുണ്ടാകും എന്നുള്ള നഷ്ടക്കണക്കൊക്കെ സർക്കാരിന് മുന്നിലുണ്ട്. എത്ര കോടിയാവും ഒരു മാസത്തിൽ നഷ്ടമായി വരിക, ഏതൊക്കെ ബസ്സിൽ നടപ്പാക്കിയാൽ എങ്ങനെയൊക്കെയാകും ആ കോടിക്കണക്ക് വരുന്നത്, ആ റിപ്പോർട്ടൊക്കെ ഉണ്ട്. അതൊക്കെ പഠിച്ച് അവലോകനം ചെയ്തതിനു ശേഷം ധനകാര്യ വകുപ്പ് കൂടി കൈകാര്യം ചെയ്യുന്നത് മുഖ്യമന്ത്രിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നത്തെ നയപ്രഖ്യാപന പ്രസംഗത്തിൽ ആ വിഷയവും ഇടം പിടിക്കുമെന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. അതിൽ ഒരു തീരുമാനം, ഒരു വ്യക്തത ഉണ്ടാകുമെന്നറിയാൻ കഴിയുന്നു. 10 വർഷം പ്രതിപക്ഷത്തിരുന്ന ഒരു പാർട്ടിയാണ് UDF അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടി. അവർ ഭരണത്തിലേക്ക് വരുന്നു, അതും ഗംഭീര ഭൂരിപക്ഷത്തോടു കൂടി വരുന്നു. 102 സീറ്റുമായി അധികാരത്തിലേക്ക് വരുന്നു. അങ്ങനെ അതുകൊണ്ട് തന്നെ ആ പാർട്ടിക്ക് കഴിഞ്ഞ 10 വർഷവും അല്ലെങ്കിൽ ഈ നാടിന് കൊടുക്കാൻ കഴിയുന്ന കാര്യങ്ങൾ, ഇനിയുള്ള വർഷങ്ങൾ എങ്ങനെ, ഇനിയുള്ള 5 വർഷം എങ്ങനെയാകും ഭരിക്കുക, എന്തൊക്കെയാകും ചെയ്യാൻ പോകുക തുടങ്ങിയ കാര്യങ്ങളൊക്കെയും ആ നയപ്രഖ്യാപനത്തിനുള്ളിൽ ഉണ്ടാകും. ഈ പ്രസംഗം പൂർണ്ണമായിട്ടും ഗവർണർ വായിക്കുമോ എന്നുള്ളതും ആകാംക്ഷയാണ്. ഇപ്പോൾ മുഴുവൻ വായിക്കുമെന്നുള്ളതാണ് UDF കേന്ദ്രങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത് എങ്കിലും ഇത് കാത്തിരുന്ന് തന്നെ അറിയണം. മറ്റൊന്ന്, ഇത്രയും നാൾ കഴിഞ്ഞ 10 വർഷം മുഖ്യമന്ത്രി കസേരയിൽ ഇരുന്നത് പിണറായി വിജയനാണ്. അദ്ദേഹം ഇപ്പോൾ ഈ നിയമസഭ തുടങ്ങുന്ന സമയത്ത് സീറ്റ് മാറിയിട്ടുണ്ട്. അദ്ദേഹം പ്രതിപക്ഷ നേതാവിൻ്റെ സ്ഥാനത്താണ്. അദ്ദേഹത്തിനൊപ്പമുള്ള ആളുകളാണെങ്കിലും അംഗബലം തീരെ കുറവാണ്. 35 പേരേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് അവർ ഇന്ന് സ്വീകരിക്കുന്ന നിലപാടുകളും അറിയണം. പ്രതിപക്ഷം എങ്ങനെയാകും നയപ്രഖ്യാപനത്തോട് പ്രതികരിക്കുക തുടങ്ങിയതും അറിയണം. അദ്ദേഹം കൃത്യം 9 മണിക്ക് തന്നെ നയപ്രഖ്യാപനം ആരംഭിക്കും. ഇപ്പോൾ കൗടിയാറിൽ നിന്നും ഈ യാത്ര തുടങ്ങിയാൽ മിനിറ്റുകൾക്കുള്ളിൽ തന്നെ നിയമസഭാ മന്ദിരത്തിലേക്ക് ഗവർണർ എത്തിച്ചേരും. പിന്നീട് അവിടെ നയപ്രഖ്യാപനം നടക്കും. അതിൻ്റെ ദൃശ്യങ്ങളാണ്, അദ്ദേഹത്തിൻ്റെ വാഹനവ്യൂഹം പോയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നതും. മുഖ്യമന്ത്രി ആയ ശേഷം വി.ഡി. സതീശൻ സർക്കാർ അല്ലെങ്കിൽ മുഖ്യമന്ത്രി പുതിയ സർക്കാർ അവരുടെ ആദ്യ നയപ്രഖ്യാപന പ്രസംഗമാണ്. വാനോളം പ്രതീക്ഷകളുണ്ട്. രാഹുൽ ഗാന്ധി ഈ തിരഞ്ഞെടുപ്പ് വേളയിലൊക്കെ ജനങ്ങൾക്ക് നൽകിയത് 5 ഗ്യാരണ്ടി ആയിരുന്നു. അവരുടെ പ്രകടന പത്രികയിലും ഇടം പിടിച്ചത് 5 ഗ്യാരണ്ടി ആയിരുന്നു. ആ 5 ഗ്യാരണ്ടിയിൽ 2 എണ്ണം പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അത് വി.ഡി. സതീശൻ സർക്കാരിൻ്റെ സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം ചേർന്ന ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ തന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള പ്രഖ്യാപനങ്ങൾ ഉണ്ടായി. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിരുന്നു സ്ത്രീകൾക്ക് KSRTC ബസ്സിലുള്ള സൗജന്യ യാത്ര. പിന്നീട് അത് ജൂൺ മാസം 15 മുതൽ നടപ്പാക്കുമെന്ന പ്രഖ്യാപനവും വന്നു. ഇനി അറിയേണ്ടത് അത് എങ്ങനെയാണ് നടപ്പാക്കുക എന്നുള്ളതാണ്. ഇത് എന്ന് നടപ്പാക്കുമെന്ന കാര്യത്തിൽ വ്യക്തതയായി, എങ്ങനെ നടപ്പാക്കുമെന്നതിലാണ് ഒരു വ്യക്തത വരേണ്ടത്. അത് ഇന്നത്തെ നയപ്രഖ്യാപനത്തിൽ ഉണ്ടാകുമെന്നാണ് നമ്മൾ എല്ലാവരും കരുതുന്ന കാര്യം.